بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلينا وعلى ذوينا وأحبابنا وأعواننا وعلى سائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا، ربي تمم بالخير والسعادة. والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഇനി വലൗ ജമഅ സുമ്മ അലിമ, വലൗ ജമഅ തഖ്ദീമൻ, ഒരാൾ മുന്തിച്ച് ജമാക്കി എന്ന് പറഞ്ഞാൽ രണ്ട് നിസ്കാരം കഴിഞ്ഞെന്നല്ലേ. അതാ സുമ്മ അലിമ, ആ രണ്ട് നിസ്കാരവും കഴിഞ്ഞതിന് ശേഷം, അതാ പിന്നെ ബഅദ ഫറാഗിഹിമ, രണ്ടും കഴിഞ്ഞതിന് ശേഷം, ഔ ഫി അസ്നാഇ സാനിയത്തി, അല്ലെങ്കിൽ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ചിട്ട് അറിഞ്ഞു, വഖദ് താലൽ ഫസ്ലു ബൈന സലാമിൽ ഊല വത്തദക്കുരി, രണ്ടാമത്തെ ഇടയിൽ വെച്ച് എന്ന് പറയുമ്പോ ചിലപ്പോ രണ്ടാമത്തെ സലാം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന നേരത്തെ ആയിരിക്കും തയ്യാത്തൊക്കെ ഓതിയിട്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇടയിൽ എന്ന് പറഞ്ഞാല് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ ഉടനെ ആയിരിക്കും. അപ്പോ എന്താണ്, ഒന്നാമത്തേന്ന് സലാം വീട്ടിയതിന് ശേഷം ഈ ഓർമ്മയാകുന്നത് വരെയുള്ള സമയം, ആ സമയത്തിന്റെ ഇടയില് പിന്നെ ഫസ്ല് നീളുന്ന രൂപവും നീളാത്ത രൂപവും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വഖത്താലൽ ഫസ്ലു, ഫസ്ല് ദീർഘമായി, ബൈന സലാമിൽ ഊലാവത്തതക്കുരി, ഒന്നാമത്തതിന്റെ സലാമിന്റെയും ഈ രണ്ടാമത്തതിന്റെ ഇടയിൽ വെച്ചിട്ട് ഓർത്തുണ്ടല്ലോ, ആ ഓർത്തതിന്റെയും ഇടയിലുള്ള സമയം തവീലായി, ദീർഘമായി. എന്താണ് അറിഞ്ഞത് ഈ അവസ്ഥയിൽ? തെർക്ക റുക്കിനും മിനൽ ഊല, ഒന്നാമത്തതിൽ നിന്ന് ഒരു റുക്കിന് ഒഴിവായിട്ടുണ്ട് എന്ന് ഇവന് എന്തായി, ഓർമ്മയായി. ഒന്നാമത്തെ നിസ്കാരത്തിന് ഏതോ റുക്കിന് ചെയ്തിട്ടില്ല. എന്നാ ബത്തലത്താ, രണ്ട് നിസ്കാരവും ബാത്തിലായി. ഒന്നാമത്തെ റുക്കിന് ഒഴിവാക്കിയാലോ ഒന്നാമത്തെ ബാത്തിലായല്ലോ. അതിന് കാരണം പറയുന്നത് അല്ലൂല, അതായത് ഒന്നാമത്തത് ബാത്തിലായി, ലീ തെർക്കിർ റുക്കിന്, റുക്കിന് ഒഴിവാക്കിയതിനു വേണ്ടി. അപ്പൊ റുക്കിന് ഒഴിവാക്കിയതിന് വേണ്ടി എന്ന് പറഞ്ഞാല് പിന്നെ സലാം വീട്ടിയ ഉടനെയാണ് എന്നുണ്ടെങ്കിൽ ഫസല് നീണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടെടുക്കാലോ. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞത് ഫസല് നീണ്ടുപോയി എന്നാണ്. അഥവാ താസുരി തദാറുക്ക് ബി തൂലിൽ ഫസലി, ഫസല് നീണ്ടത് കൊണ്ട് ഇനി അത് വീണ്ടെടുക്കാനും കഴിയില്ല. അങ്ങനെ വസാനിയത്തു, രണ്ടാമത്തെ നിസ്കാരം ബാത്തിലായി എന്ന് പറഞ്ഞാൽ ബിൽ മൈനസാബിക്ക്, മുമ്പ് പറഞ്ഞ അത് ഫർലിനെ തൊട്ട് വീടൂല എന്നാണല്ലോ പറഞ്ഞത്, സുന്നത്തായിട്ട് സംഭവിക്കുന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാ ബിൽ മൈനസാബിക്ക് എന്ന് പറഞ്ഞ, അതാ ഇപ്പൊ ഇയാളുടെ ഫർലായ നിസ്കാരത്തിനെ തൊട്ട് ബാക്കിയാവൂല രണ്ടാമത്തെ. കാരണം എന്താ, ലിബുത്തലാന് ഷർത്തിഹ, അത് ആ രണ്ടാമത്തെ ഷർത്തൊന്ന് ബാത്തിലാണ്. അതുകൊണ്ട് എന്താണ്, അങ്ങനെ ജമ്പാക്കുമ്പോ ഉണ്ടായിരുന്നൊരു ഷർത്ത് മീൻ സിഹത്തിൽ ഊല, ഒന്നാമത്തെ നിസ്കാരം സഹിയായിരിക്കണം എന്നുള്ള ഷർത്തുണ്ട്. ഇവിടെ സഹിയായിട്ടില്ല, അപ്പൊ ഷർത്ത് ബാത്തിലായ നിസ്കാരം ബാത്തിലായി. അപ്പൊ ഇങ്ങനെ, അപ്പൊ ലൂലാവസാനിയ എന്ന് പറഞ്ഞത് ബത്തലത്ത എന്ന് പറഞ്ഞതിൽ ലമീറുണ്ടല്ലോ, അതിന് ബദലാണ്. പിന്നെ വദക്കറഹാദി അവ്വലൻ ലി ബയാനി തർത്തീബി സുമ്മ ഹുന ലി ബയാനിൽ മുവാലാത്തി. അപ്പോ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മസല
ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫലോ സല്ലാഹുമാ ഫബാന ഫസാദുഹുമാ എന്നെന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്തിനാ, തെർത്തീബ് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞ, രണ്ടിന്റെ ഇടയിൽ തെർത്തീബ് വേണമെന്ന് പറഞ്ഞല്ലോ മുന്തിച്ച് അമ്മാക്കുമ്പോൾ, അതിനു വേണ്ടിയിട്ടാണ് അത് അവിടെ പറഞ്ഞത്. അലി ബയാനി തെർത്തീബി സുമ്മ ഹുന. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വീണ്ടും പറഞ്ഞതോ അതിൽ ബയാനിൽ മുവാലാത്തി തുടർച്ച വേണം എന്നതിന് പറയാനാ. തുടരെയായിരിക്കണല്ലോ, മുവാലാത്ത് ഷർത്തുണ്ടല്ലോ, അത് മുന്തിച്ചമാക്കുമ്പോ 3 ഷർത്ത് പറഞ്ഞില്ലേ, അപ്പൊ അതില് ആ മുവാലാത്ത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പോ പിന്നെ അതിനും പുറമെ തൗത്തിയത്തല്ലേ കൗലിഹി, ശേഷം പറയാൻ പോകുന്ന കൗലിന് ആമുഖമായിട്ടുമാണ് പറഞ്ഞത്. യൊയ്തുഹുമ ജാമിയൻ എന്ന് പറയുന്നതിന് തൗത്തിയത്തായിട്ടും. അപ്പൊ ഒന്ന് മുവാലാത്ത് വിശദീകരിക്കാനാണ്, മറ്റു തർത്തീബ് വിശദീകരിക്കാനാണ്. രണ്ടുദ്ദേശത്തിന് ആവശ്യത്തിന് പറഞ്ഞാല് എന്തില്ല, അപ്പൊ പിന്നെ ആവർത്തനം വരൂലെന്നർത്ഥം. മനസ്സിലായില്ലേ? തെക്രാറ് വരല് ഒരേ ആവശ്യത്തിന് വേണ്ടി പറയുമ്പോഴാ. അപ്പൊ 2 വട്ടം പറഞ്ഞല്ലോ എന്നുള്ള ആൾക്ക് ഇത്തറാത് പറയണ്ടെന്ന്. പിന്നെ അതാ വയ്യൊഴിതുഹുമ. അപ്പൊ ഇനി അത് രണ്ടിനെയും മടക്കണം. എങ്ങനെ മടക്കാം? ജാമ്യം ജമ്മി ചെയ്തുകൊണ്ട് തന്നെ മടക്കാം. അത് തഖ്ദീമ, അതായത് ജമ്മു ബാത്തിലായിട്ടില്ല എന്നർത്ഥം, നിസ്കാരേ ബാത്തിലായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഇയാൾക്ക് ഇനിയും ജമ്മാക്കാം. ഇൻഷാ ജമ്മാക്കാന്ന് പറഞ്ഞാൽ എന്ത് ജമ്മ്, ഇൻഷാ തഖ്ദീമൻ വേണമെങ്കിൽ തഖ്ദീമായിട്ട് തന്നെ ജമ്മാക്കാം. അതപ്പോ എന്ത് സായത്തിൽ വക്തി സമയമുണ്ടെങ്കിൽ, രണ്ടും കൂടി നിസ്കരിക്കാൻ, ഒന്നാമത്തേന്റെ വക്തിൽ നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ ജമ്മാക്കാം മുന്തിച്ച്. ഔ തഖീറൻ, അല്ലെങ്കിൽ പിന്തിച്ച് ജമ്മാക്കാം. കാരണം എന്താ, അന്നഹു ലം യുസല്ലി, അന്നവ നിസ്കരിച്ചിട്ടില്ലല്ലോ. നിസ്കരിക്കാത്തവനെ പോലെയാണ്, രണ്ടും ബാത്തിലാകുമ്പോ നിസ്കരിക്കാത്തവനെ പോലെയാണ്. അത് ജമ്മാക്കാമെന്നുള്ളതിന് ഇല്ലത്ത് പറഞ്ഞ, നിസ്കരിക്കാത്തവനല്ലേ ജമ്മാക്കല അനുവദനീയായത്. അമ്മായിതാലം യത്തുൽ. അപ്പൊ ഇനി ഫസില് നീണ്ടില്ലെങ്കിലോ, വക്കത്താലൽ ഫസുലു എന്ന് പറഞ്ഞില്ലേ, രണ്ടാമത്തേന്റെ ഇടയിൽ വെച്ചിട്ട് ഓർമ്മ വരുമ്പോ ഫസില് നീണ്ടാല് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഫസില് നീണ്ടിട്ടില്ലെങ്കിൽ അപ്പൊ ലഘുവായി, നിഷ്ഫലമായി, എന്ത് മാത്ത ചെയ്ത ഒന്ന്, ബിഹി അവൻ നിർവഹിച്ചിട്ടുണ്ടൊന്ന്, ആ ഒന്ന് നിഷ്ഫലമായി മിനസാനിയത്തി രണ്ടാമത്തെ നിസ്കാരത്തിൽ നിന്നിട്ട് എത്രയും നിസ്കരിച്ചോ അത് ഇത്രയും വെറുതെയായി. വയബിനി അലല്ലൂല, എന്നിട്ട് ഒന്നാമത്തതിന്റെ മേലെ എടുക്കണം എന്നാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഏത് റുക്കിനാണോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി തുടരുക എന്നല്ല. അപ്പൊ ഏത് റുക്കിനാണ്, ഇപ്പൊ 4ാമത്തെ റക്അത്തിൽ നിന്നുള്ള ഫാത്തിഹയാണ് മറന്നത് എന്ന് ഓർമ്മ ആയതെങ്കിൽ വേഗം എഴുന്നേറ്റിട്ട് ഫാത്തിഹ ഓതുക. എന്നിട്ട് 4ാമത്തെ റക്അത്ത് പൂർത്തിയാക്കിയിട്ട് സഹ്വിന്റെ സുജൂദും ചെയ്ത് സലാം കിട്ടുക. അത് തന്നെ ഒരു ഉദാഹരണം. ഖറജ ബിൽ ഇൽമി സുമ്മ അലിമ എന്നല്ലേ പറഞ്ഞത്. അപ്പോ ഇൽമുണ്ടായില്ല, സംശയമാണെങ്കിലോ അത് ആ സുമ്മ അലിമ എന്ന് പറഞ്ഞ ഇൽമു കൊണ്ട് ഖാരിജായി അഷക്കു, സംശയം. പക്ഷെ സംശയിക്കുമ്പോ ഗൈരി നീയത്തി തഹറുമി, നീയത്തിലും തക്ബീറത്തിലും ഇഹ്റാമിലും അല്ലാത്തതിലാണ് സംശയം. അതില് സംശയിച്ചാലും നിസ്കാരം കഴിഞ്ഞിട്ട് സംശയിച്ചാലും എന്താണ്, തഹ്സീർ ചെയ്യുന്നല്ലേ. അപ്പൊ അതല്ലാത്തതില് സംശയിച്ചാലും നിസ്കാരം കഴിഞ്ഞുകൊണ്ട് പിന്നെ തഹ്സീർ ചെയ്യൂല എന്ന് അതായി പറയുന്നത്. ഫലായു വസീറു, ആ സംശയം തഹ്സീർ ചെയ്യൂല. ബഅദ ഫറാഗിലൂല, ഒന്നാമത്തേതിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആ നിസ്കാരം പൂർത്തിയായതിനു ശേഷം ആ നിസ്കാരത്തിൽ ഏതോ ഫർളിനെ ഒഴിവാക്കിയോ റുക്കിനെ ഒഴിവാക്കിയോ എന്ന് സംശയിച്ചാല് അനിയത്തും തഹറമോ അല്ലെങ്കിൽ എന്താണ്, തഹ്സീർ ചെയ്യൂല. അപ്പോ ബാക്കി രണ്ടാമത്തതിന്റെ ഇടയിൽ വെച്ചിട്ടാണെങ്കിൽ രണ്ടാമത്തെ നിസ്കരിച്ചാൽ മതി, പൂർത്തിയാക്കിയാൽ മതി. അല്ല രണ്ടാമത്തെ നിസ്കരിച്ച് കഴിഞ്ഞെന്നുണ്ടെങ്കിലോ രണ്ടും കഴിഞ്ഞു, കുഴപ്പമില്ല. അതെ, കമാ ഉലിമ മിമ്മാ മറവി സെഹ്വി സുജൂദി സെഹ്വി, സെഹ്വിന്റെ സുജൂദ് പറഞ്ഞ സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. എന്ത് ലായുസിറു ബഅദ ഫറാഗിൽ ഊല എന്നത് അവിടുന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. ഔ അലിമഹു മിന സാനിയത്തി, അല്ലെങ്കിൽ ഈ ഒരു റുക്കിന് ഒഴിവാക്കി എന്നത് ഇവനെ അറിയുന്നത്, ഇൽമുണ്ടാകുന്നത് ഏതിൽ നിന്നുള്ള റുക്കിനെയാ, മിനസാനിയത്തി രണ്ടാമത്തതിൽ നിന്നുള്ള ഒരു റുക്കിനെ ഒഴിവാക്കിയെന്ന് ഇവന് ഇൽമുണ്ടായി. ബഅദ ഫറാഗിയ രണ്ടാമത്തെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, അപ്പൊ അസ്റോ ഇശാവോ കഴിഞ്ഞതിന് ശേഷമാണെന്ന് അർത്ഥം. ഫൈലം യത്തുൽ, അപ്പോ ഫസല് നീണ്ടിട്ടില്ലെങ്കിൽ, ഫൈലം യത്തുൽ ഫസലുൻ ഉറുഫൻ, ഉറുഫിൽ ഫസല് നീണ്ടിട്ടില്ല, ബൈന സലാമിഹ വ തദക്കുരിഹി, ഇയാൾ ആ രണ്ടാമത്തതിൽ നിന്ന് സലാം കിട്ടിയതിന് ശേഷം
ഈ ഓർമ്മയാകുന്നതിന്റെ ഇടയിലുള്ള ഫസല് നീണ്ടിട്ടില്ലെങ്കിൽ തദാറക്കഹു ആ പിന്നെ റുക്കിനെ വീണ്ടെടുക്കണം. തദാറക്കഹു എന്ന് പറഞ്ഞാല് നിസ്കാരം വീണ്ടെടുക്കാന്നല്ലല്ലോ. അല്ല, അലിമ ഹു എന്ന് പറഞ്ഞാൽ തെർക്ക റുക്കിന് എന്ന് പറഞ്ഞില്ലേ, ആ റുക്കിന് വീണ്ടെടുക്കണം. വസഹത്ത, രണ്ട് നിസ്കാരവും സഹിയായി. ഇനി വയില്ല, അങ്ങനെയല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വയില്ലം എത്തുല്ലെന്ന വസല് നീണ്ടില്ലെങ്കിൽ. അപ്പൊ വയില്ല എന്ന് പറയുമ്പോ വസല് നീണ്ടാൽ ബിയൻ താല, വസല് നീണ്ടു. എന്നാൽ ബാത്തിലത്തുന്ന രണ്ടാമത്തെ നിസ്കാരം ബാത്തിലാണ്. താഴ്ദുരി തദാറുക്കി, തദാറുക്ക് താഴ്ദുർ ആയതുകൊണ്ട് രണ്ടാമത്തെ നിസ്കാരം ബാത്തിലാണ്. ഇനിയിപ്പോ ഒന്നാമത്തെ നിസ്കാരമോ അത് സഹീഹാണ്. ജമ്മാക്കാൻ പറ്റുമോ? നേരത്തെ പിന്നെ ജമ്മാക്കി നിസ്കരിക്കാൻ തന്നെ, ഇവിടെ ജമ്മാക്കാൻ പറ്റുമോ? അത് പറ്റൂല. കണ്ടോ, ജമ്മാക്കാൻ ഇനി കഴിയൂല. കാരണം തല്ലി തൂലിഹിയ ഫസല് നീണ്ടുപോയി. ജമ്മാക്ക് മുന്തിച്ച് ജമ്മാക്കുന്ന ഫസലാണല്ലോ പറയുന്നത്. അപ്പൊ ഇടയിൽ ഫസല് നീളാൻ പാടില്ലല്ലോ. അപ്പൊ ഇവിടെ ഫസല് നീണ്ടുപോയി. അതായത് ഇയാള് രണ്ടാമത്തെ നിസ്കാരം നിസ്കരിക്കുകയും ചെയ്ത് അതും കഴിഞ്ഞ് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫസല് തൊവീലായതിനു ശേഷമാണ് ഇത് ഓർമ്മ വരുന്നത്. അപ്പോ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ ശേഷം ഫസല് നീണ്ടതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തേന്റെയും രണ്ടാമത്തേന്റെയും ഇടയിലുള്ള ഫസല് കുറേ നീണ്ടുപോയി. അത് നീളാൻ പാടില്ലല്ലോ. അപ്പൊ ജമ്മാക്കാൻ പറ്റൂല. ഇനി ഇപ്പൊ ഒഴിയൊരു ഹാലി വക്തി, അപ്പൊ ഈ രണ്ടാമത്തെ നിസ്കാരം അതിന്റെ വക്തിൽ മടക്കി നിസ്കരിക്കുക, അത്രേ പറ്റുള്ളൂ. ഇനി അസറിന്റെ വക്തിൽ തന്നെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇഷാന്റെ വക്തിൽ തന്നെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഒന്നാമത്തതിൽ നിന്നുള്ള റുക്കിന് അല്ലെ രണ്ടാമത്തതിൽ നിന്നുള്ള ഒരു റുക്കിന് ഒഴിവായി എന്നിപ്പോ കൃത്യമായി അറിയുന്നെടുത്താ. ഇനി ഒരു റുക്കിന് ഒഴിവായി ഏതിൽ നിന്ന് അറിയില്ലെങ്കിലോ വലവ് ജഹില, ഇയാളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഫലം എതിരി മിൻ അയ്യിഹിമാഹുവ അല്ലോ. ഏതിൽ നിന്നാണ് ഒഴിവാക്കിയത്? ഒരു റുക്കിന് ഒഴിവായിട്ടുണ്ട്, അത് ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്നോ രണ്ടാമത്തെ നിസ്കാരത്തിൽ നിന്നോ എന്നറിയുന്നില്ല. എന്നാൽ ആദഹുമ, അത് രണ്ടിനെയും മടക്കണം. ലിവക്തൈഹിമ, രണ്ടിനെയും രണ്ടിന്റെ വക്തിൽ തന്നെ മടക്കണോ. അപ്പൊ ലോഹർ ഒരിക്കൽ കൂടി ഇപ്പൊ നിസ്കരിക്കണം, എന്നിട്ട് അസറിന്റെ സമയത്ത് നിസ്കരിക്കണം. ജമ്മാക്കാൻ കഴിയൂല. റിയായത്തല്ലിൽ അസ്വൈഫി ആദത്തിഹിമ, ഇത് രണ്ടിനെയും മടക്കുന്നതില് അസുവ ആയ ഹാല് പരിഗണിച്ചതിന് വേണ്ടി. അസുവ ആയത് ഹാല് എന്ന് പറഞ്ഞാൽ എഹ്തിയാത്തിന്റെ മാർഗം എന്നർത്ഥം. അതായത് സഹിയാകുക ആകാതിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സാധ്യത ഉണ്ടല്ലോ. അതില് അസുവ ആയത് കൂടുതൽ മോശമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ സഹിയാകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോ രണ്ട് സഹിയായിട്ടില്ല എന്ന് വെച്ചിട്ട് ഇനി ജമ്മും കഴിയൂല, ഫസല് നീണ്ട് എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാ, രണ്ടും അതിൻ്റെതായ നിസ്കാര സമയത്ത് നിസ്കരിക്കുക എന്നാ. റിയായത്തല്ല വഹുവ അസുവ ആയ ഹാലേതാ തർക്കുഹു മിനൽ ഊല, ഒന്നാമത്തതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒന്നിലോ രണ്ടിലോ എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തേന്ന് എന്ത് ചെയ്യാ, ഒഴിവാക്കി നോക്കുക. അപ്പൊ അസ്വ ആയ ഹാല് വരും. പിന്നെ അത് മടക്കുന്നതിൽ എന്താണ് അസ്വ ആയ ഹാല്, അത് പരിഗണിക്കുക. പിന്നെ ജമ്മു പറ്റാത്തതിന്റെ അസ്വ ആയ ഹാല് പറയുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തതിൽ നിന്ന് തർക്ക് ചെയ്ത് എന്ന് വെച്ചാൽ ഒന്നാമത്തെ നിസ്കാരം ശരിയാവുമല്ലോ. അത് പറഞ്ഞ അത് അസ്വ ആയ ഹാലല്ല, അത് അഹ്സനായ ഹാലാ. അപ്പൊ ഒന്നാമത്തേന്ന് ഒഴിവാക്കി എന്ന് വെച്ച് കഴിഞ്ഞാല് അസ്വ ആയ ഹാലായി, രണ്ടും പാത്തിലായി. ഒഫി മന്നിൽ ജമ്മു പറ്റൂല എന്നതിലും അസ്വ ആയ ഹാല് പരിഗണിക്കുക എന്നാ. ഫി ഇആദത്തിഹിമ എന്നതിന്റെ മേലത്തുഫാണ്. രണ്ടിടത്ത് അസ്വ ആയ ഹാല് പരിഗണിക്കുന്നുണ്ട്. ഒന്നാമത്തേൽ അസ്വ ആയ ഹാൽ ഏതാന്ന് പറഞ്ഞു, തർക്കുഹു മിനല്ലൂല. ഇനി രണ്ടാമത്തേൽ അസ്വ ആയ ഹാൽ ഏതാ, അതായത് ജമ്മു പറ്റൂല എന്നുള്ളതില് വഹുവ അസ്വ ആയ ഹാലാകുന്നത് തെർക്കുഹു മിനസാനിയത്തി, രണ്ടാമത്തതിൽ നിന്ന് ഒഴിവാക്കി എന്ന് വെക്കലാണ്. രണ്ടാമത്തതിൽ നിന്ന് ഒഴിവാക്കി എന്ന് വെച്ച് കഴിഞ്ഞാല് ഫയതൂലുൽ ഫസ്ലു ബിഹാ, അപ്പോ ആ രണ്ടാമത്തെ നിസ്കാരം കൊണ്ടിട്ട് തന്നെ എന്തായി, ഒന്നാമത്തേന്റെയും രണ്ടാമത്തേന്റെയും ഇടയില് ഫസല് നീണ്ടുപോയി. ഫസല് നീണ്ടുപോയാൽ പിന്നെ ജമാക്കാൻ പറ്റൂല. ഒബില്ലൂല അൽ മുആദത്തി ബഅദഹ എന്ന പോലെ ഊല കൊണ്ടും രണ്ടാമത്തതിന് ശേഷം മടക്കുന്ന ഊല കൊണ്ടും എന്തുവരും, ഫസല് നീളും.
രണ്ടാമത്തെ നിസ്കാരത്തിന്റെ ശേഷം എന്താക്കി? ഫയതൂലുൽ ഫസ്ലു ബിഹാ വബിൽ ഊല അൽ മുആദത്തി ബഅദഹാ എന്നാണ്. രണ്ടാമത്തതിന്റെ ശേഷം. അതായത് ഇനി എന്താണ്, ഇങ്ങനെ സങ്കല്പിക്കുക. അതായത് ഇപ്പൊ ഒന്ന് നിസ്കരിച്ച്, എന്നിട്ട് രണ്ടാമത്തെ ഇപ്പൊ ലോറ് നിസ്കരിച്ച് അസർ നിസ്കരിച്ച്, എന്നിട്ടാണ് എന്താകുന്നത്, ഏതിൽ നിന്നോ ഒരു റുക്കിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇയാൾക്ക് ഉറപ്പാകുന്നത്. ഏതെന്നറിയില്ല. അപ്പോ പിന്നെ രണ്ടാമത്തതിൽ നിന്ന് ഒഴിവാക്കി വെക്കുക. എന്നാൽ ജമ്മാക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ഇനി ജമ്മാക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തേന്ന് ഒഴിവാക്കിയെന്ന് വെച്ചാൽ ജമ്മാക്കാൻ പറ്റൂല. കാരണം എന്താ, ഈ ലോഹറ് കഴിഞ്ഞിട്ട് പിന്നെ അസർ നിസ്കരിച്ചപ്പോ ഫസല് നീണ്ടല്ലോ അല്ലേ? അപ്പൊ ഇനി ഒരു അസറും കൂടി നിസ്കരിച്ചാ പോരാ. പിന്നെ അതായത് രണ്ടാമത്തേന്ന് ഒഴിവാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അസറല്ലേ വാത്തിലായിട്ടുള്ളൂ, ലോറ് വാത്തിലായിട്ടില്ലല്ലോ ഈ മൻഅൽ ജമ്മില്. അപ്പൊ രണ്ടാമത്തെ നിസ്കരിച്ചാല് എന്താണ്, ഇപ്പോ ബാത്തിലായൊരു രണ്ടാമത്തെ അസർ നിസ്കാരം ഉണ്ടായി, അതുകൊണ്ട് ഫസല് നീണ്ടുപോയി. ഇനി അതിനും പുറമെ ഒന്നാമത്തെ മടക്കി നിസ്കരിച്ചിട്ട് രണ്ടാമത്തെ നിസ്കരിക്കാന്ന് വെച്ചാലോ, ഈ മുആദത്ത് ജമ്മിന് കൂട്ടൂലല്ലോ. മുആദത്ത് പോരാ ജമ്മിന്. പിന്നെ എന്നതനുസരിച്ച് നോക്കുമ്പോ നേരത്തെ സഹിയായ നിസ്കാരം ഉണ്ടല്ലോ, ആദ്യത്തെ ലോഹറിപ്പോ നമ്മൾ സഹിയാന്ന് വെച്ചല്ലോ, രണ്ടാമത്തേതിന് ഉപേക്ഷിച്ചെന്ന് വെച്ചാൽ ലോഹറ് സഹിയായി. ആ ആദ്യം നിസ്കരിച്ച നിസ്കാരം അത് കഴിഞ്ഞ് ഒരു ഫാസിദായ ബാത്തിലായ അസർ നിസ്കരിച്ചു, പിന്നെ സഹിയായ മടക്കി നിസ്കരിക്കുന്ന ഒരു ലോഹറ് നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അസർ നിസ്കരിക്കുമ്പോഴത്തേക്ക് എന്താണ്, ഈ ആദ്യത്തെ ലോഹറും ഈ അവസാനത്തെ അസറും കൊള്ള നോക്കുമ്പോ ഒരുപാട് വസല് നീണ്ടുപോയി എന്നാ. അതായത് വബില്ല ഊലൽ മുആദത്തി ബഅദഹാ എന്ന് പറഞ്ഞത്. ആ മുആദത്തും അതിന്റെ തൊട്ട് ശേഷം അസർ നിസ്കരിച്ചാൽ ജമ്മാക്കാൻ പറ്റുമോ? അത് പറ്റൂല എന്നുള്ളതിന്റെ മേലെടുത്തിട്ടാണ്, അതായത് മുആദത്ത് മതിയാവില്ല ജമ്മാക്കാൻ, അസ്ലിയ്യത്ത് തന്നെ വേണം എന്നതിന്റെ മേലാണ് പറയുന്നത്. ഇനി ലഹു ജമ്മു തഖീരി, ഇവിടെ ഇയാൾക്ക് തഖീറാക്കി ജമ്മാക്കാം. മുന്തിച്ച് ജമ്മാക്കാനാണല്ലോ എന്ത് തടസ്സമുള്ളത്, അതായത് ഫസല് നീണ്ടുപോയി എന്നുള്ളത്. അപ്പൊ ഇതിലാമാനിയ ലഹു, അപ്പൊ ഇന്തിച്ച് ജമ്മാക്കുന്നതിന് തടസ്സമില്ല. അല്ല കുല്ലി തക്തീരിന്, ഏത് തക്തീറിന്റെ മേലെടുത്താലും, ഏത് തക്തീർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേന്ന് ഇത് ഒഴിവാക്കി എന്ന് പറഞ്ഞാലും രണ്ടാമത്തേന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞാലും എന്തായാലും വേണ്ടിയില്ല, ഇന്തിച്ച് ജമ്മാക്കാലോ. ഇനി റാബിഉഹ, നാലാമത്തെ ഷർത്ത്, അതായത് 3 ഷർത്ത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇബ്നു ഹജർ തങ്ങളല്ല 4 ഷർത്ത് എന്ന് പറഞ്ഞു അല്ലെ. ആ നാലാമത്തെ പറയുന്നു റാബിഉഹ, ആ മുന്തിച്ചമ്മാക്കുന്നതിന്റെ നാലാമത്തെ ഷർത്ത് ദവാമു സഫരിഹി, ഇയാളെ യാത്ര നിലനിൽക്കണം. ഇല അഖ്ദി സാനിയത്തി, രണ്ടാമത്തെ നിസ്കാരം മുന്നക്കിതാകുന്നത് വരെ. അപ്പൊ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ അല്ലാഹു അക്ബർ പറയുന്നത്, തക്ബീറത്തുൽ ഇഹ്റാം പറയുന്നവരെ യാത്ര നിലനിൽക്കണം. ഏതുവരെ വേണമെന്നില്ല, ആ രണ്ടാമത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം കിട്ടുന്നവരെ യാത്ര നിലനിൽക്കണമെന്നില്ല. തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ടായാൽ മതി. അതിന്റെ ശേഷം ആ രണ്ടാമത്തെ നിസ്കാരത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഇഖാമത്ത് കരുതിയാല് അതങ്ങ് നിസ്കരിച്ച് പൂർത്തിയാക്കാം. ഇതിപ്പോ ജമ്മു തഖ്ദീമല്ലേ, പിന്നെ അസറിന്റെ സമയമാകുമ്പോ അസർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കമാ സയദ്കുറുഹു ബി ഖൗലിഹി, ഈ ഷർത്ത് മുസന്നിഫ് ശേഷം എന്താക്കുന്നുണ്ട്, മുസന്നിഫിന്റെ ഖൗലുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, വലൗ ജമഅ തഖ്ദീമൻ ഫസാറ ഇലാ ആഖിരിഹി. അപ്പൊ ഷർത്ത് 3 എന്ന് പറഞ്ഞാല് നാലാമത്തെ ഒരു ഷർത്തുണ്ട്, അത് ഷർത്ത് എന്ന് എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ, വിഷയം പറയാകുകയില്ല. അപ്പൊ മുസന്നിഫിന്റെ പേരിൽ ഇത്തിറാദില്ല എന്നർത്ഥം. ഇപ്പൊ പറഞ്ഞത് ജമ്മു തഖ്ദീമാണ്. ഇനി തഖീറാണെങ്കിലോ അതിന്റെ ഷർത്തുകൾ ഈ പറഞ്ഞതൊന്നും ഷർത്തല്ല, വേറെ ചില ഷർത്താണ്. അതാ ഞാൻ പറയുന്നത്. വൈ നഖറ ലൂല, ഒന്നാമത്തേനെ തഖീറാക്കി, ഇലാ വക്തി സാനിയത്തി, അതായത് രണ്ടാമത്തേന്റെ സമയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ജമ്മു തഖീറാണ്. ലം യജിബി തർത്തീബു, തർത്തീബ് നിർബന്ധമില്ല.
മുന്തിച്ചമ്മാക്കുമ്പോ അത് നിർബന്ധമുണ്ട്. പിന്നെ വലൽ മുവാലാത്ത് ബൈനഹും, അത് രണ്ടിന്റെ ഇടയിൽ മുവാലാത്ത് നിർബന്ധമില്ല. അത് ജമ്മു തഖീർ തഖദീമിനുണ്ട്, തഖീറിനില്ല. വലാ നിയ്യത്തുൽ ജമ്മി ഫില്ലൂല, ഒന്നാമത്തെ നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ചിട്ട്, അതായത് തക്ബീറത്തുൽ ഇഹ്റാമിലായാലും മതി, ആദ്യമോ അല്ലെങ്കിൽ ഇടയിലോ വെച്ചിട്ട് ജമ്മിനെ നിയ്യത്ത് ചെയ്യണം എന്ന് അവിടെ പറഞ്ഞല്ല, അതും ഇവിടെ നിർബന്ധമില്ല. വലാ നിയ്യത്തുൽ ജമ്മി ഫില്ലൂല. അപ്പൊ തഖദീമിന്റെ 3 ഷർത്തും എന്തില്ല, തഖീറിനില്ല എന്നർത്ഥം. അലസ്സഹീഹി, സഹീഹ് അനുസരിച്ച് ഈ പറഞ്ഞ ഒന്നും ഷർത്തില്ല. ലിഅന്നൽ വക്ത, അലസഹീ എന്ന് പറഞ്ഞ 3ലേക്ക് മടങ്ങുന്നതാണ് ലാഹിർ. ലിഅന്നൽ വക്ത ഹുനാലി സാനിയത്തി, കാരണം എന്താ, ഇവിടുത്തെ സമയം അത് രണ്ടാമത്തതിനുള്ളതാണ്. അല്ലെ, അസറിനെ ബന്ധിച്ച് സ്കരിക്കുമ്പോ അസറിന്റെ സമയത്തല്ല സ്കരിക്കുക. അപ്പോ പിന്നെ എന്ത് ചെയ്യാ, നിയ്യത്തുകൊണ്ട് അതിനെ താബിയാക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വല്ലൂല ഹിയ താബിയത്തു, ഒന്നാമത്തത് എന്താണ്, രണ്ടാമത്തതിന് താബിയാണ്. ഒന്നാമത്തെ ലോറിസ്കാരം അസറിന്റെ താബിയായിട്ടാണ് ഇപ്പൊ എന്ത് അസറിന്റെ വക്തിൽ സ്കരിക്കുന്നത്. ശരിക്കും ആ അസറിന്റെ വക്ത് എന്ന് പറഞ്ഞാൽ അസറിന്റെതാണല്ലോ, ലോഹറിന്റെ അല്ലല്ലോ. അപ്പൊ ലോഹറിനെ ആ അസറിന്റെ വക്തിൽ സ്കരിക്കുമ്പോ അത് ആ അസറിനോട് താബിയാണ്. ഫലമ്യത്തജിൽ ഷെയ്മിൻ തിൽക സലാസത്തി, അപ്പോ താബിയാണെന്നുള്ള നിലക്കാണ് തർത്തീബ് വേണമെന്ന് പറഞ്ഞതും മുവാലാത്ത് വേണമെന്ന് പറഞ്ഞതും ജമ്മിനെ നിയ്യത്ത് ചെയ്യണമെന്നും പറഞ്ഞത്. ഇത് 3 ആവശ്യമില്ല. ലിഅന്നഹ, കാരണം ഈ 3 കാര്യങ്ങളും ഇന്നമഅ്തുബിറത്ത്, പരിഗണിക്കപ്പെട്ടത്, സമ്മ എന്ന് പറഞ്ഞാല് ആ ജമ്മു തഖദീമിൽ പരിഗണിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാ, അതിനെ ഷർത്താക്കിയതിൽ തബഇയ്യത്ത് ഉറപ്പാകാൻ വേണ്ടിയാണ്. അതിനാ തബഇയ്യത്ത് ഉറപ്പാക്കുന്നത് ലിഅദമി സലാഹിയത്തിൽ വഖ്തിൽ സാനിയത്തി, അത് സമയം എന്തല്ല പറ്റിയതല്ലാത്തതിന് വേണ്ടി. ലിസാനിയത്തി, രണ്ടാമത്തെ നിസ്കാരത്തിന് പറ്റിയതല്ല സമയം. അതായത് ലോഹറിന്റെ സമയമാണല്ലോ. അപ്പൊ അസർ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ സമയം കിടക്കുന്നതിന് മുമ്പ് നിസ്കരിക്കലായി പോവും. അപ്പൊ ഷർത്തില്ലാതെ നിസ്കരിക്കലാവും, ഹറാമാവും, സഹിയാകുകയില്ല, അങ്ങനെ പല പ്രശ്നവും വരാനുണ്ട്. അപ്പൊ ഇത് എന്താണ്, ഈ ഒന്നാമത്തെ സമയം രണ്ടാമത്തെ നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയ സമയമല്ലാത്തതുകൊണ്ട് ഈ രണ്ടാമത്തതിനെ തബഇയ്യായിട്ട് ആ ഒന്നാമത്തേൽ നിസ്കരിക്കുക എന്നത് ശരിയാകാൻ വേണ്ടിയിട്ടാണ് 3 ഷർത്ത് വെച്ചത് എന്നാ. അതിവിടെ ഇല്ല. നാം തുസന്നു ഹാദിഹി സലാസത്തു ഹുനാ, എന്നാൽ ഈ പറഞ്ഞ 3 ഇവിടെ സുന്നത്തുണ്ട്. പിന്നെ ജമ്മു തഖീറില് തർത്തീബും മുവാലാത്തും എന്ന പോലെ ജമ്മിന്റെ നിയ്യത്ത് ചെയ്യലും സുന്നത്താണ്. വല്ലദീ യജിബു ഹുനാ ഷൈആനി, അപ്പോ നേരത്തെ പറഞ്ഞ 3 ഷർത്തും ഇല്ല എന്ന് പറഞ്ഞു. എന്നാല് ജമ്മു തഖീറിന് ഇതല്ലാത്ത വേറെന്തോ നിർബന്ധമുണ്ടോ? അതുണ്ട്, 2 കാര്യമുണ്ട്. വല്ലദീ, ഒരു കാര്യമാകുന്നത്, യജിബു, അത് നിർബന്ധമാകും, ഹുന, ഇവിടെ നിർബന്ധാകും. ഇവിടെ എന്ന് പറഞ്ഞാല് പിന്തിച്ചമാക്കുന്നതിൽ നിർബന്ധാകും. എന്ത്, ഷൈആനി, 2 കാര്യം നിർബന്ധാകും. അഹദുഹുമാ, 2ൽ ഒന്നാമത്തത് ദവാമു സഫരിഹി, ഇയാളെ യാത്ര നിലനിൽക്കണം, ഇലാ തമാമിഹിമ, 2 നിസ്കാരവും തീരുന്നത് വരെ എന്താകണം, യാത്ര നിലനിൽക്കണം. അതാണ് നേരത്തെ എന്താണ്, ഇത് നേരത്തെ എന്താണ് ശേഷം വരും എന്ന് പറഞ്ഞ കാര്യമല്ല കേട്ടോ. 4ാമത്തെ ശേഷം വരും എന്ന് പറഞ്ഞില്ലേ, അത് പിന്നെ വരുന്നേ ഉള്ളൂ. ഇത് വേറെ, ഇത് യജിബുഹുന ഷൈആനി അഹദുഹുമാ ദവാമു സഫരി ഇലാ തമാമിഹിമ. അപ്പൊ പിന്തിച്ചമാക്കുമ്പോ എന്താക്കണോ, 2 നിസ്കാരം തീരുന്നത് വരെയും യാത്ര നിലനിൽക്കണം എന്നാണ്. വസയദ്കുറുഹു, മുസന്നിഫ് അത് പറയുന്നുണ്ട്. ഇതിപ്പോ ഷറഹിലാണല്ലോ പറഞ്ഞത്. പിന്നെ വസാനിഹിമ, 2 ഷർത്തില് രണ്ടാമത്തത് കൗനു തഖീരി ബിനിയ്യത്തിൽ ജമ്മി, ജമ്മിനെ നിയ്യത്ത് കൊണ്ടായിരിക്കുക പിന്തിക്കുക എന്നുള്ളത്. അപ്പോ ഒന്നാമത്തെ ലോഹറിനെ അല്ലെ മഗ്രിബിനെ അസറിന്റെയോ ഇശാഇന്റെയോ സമയത്തിലേക്ക് പിന്തിക്കുമ്പോ ഇതിനെ ഞാൻ ജമ്മാക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ പിന്തിക്കണം, ഇല്ലെങ്കിൽ ഖളായി പോകുന്നുള്ളതാ. എപ്പോഴാ നിയ്യത്ത് ചെയ്യേണ്ട, ഫി വഖ്തിൽ ഊല, ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, നിയ്യത്ത് ചെയ്യേണ്ടത്. ലാ ഖബ്ലഹു, ഒന്നാമത്തെ ലോഹറിന്റെ അല്ലെ മഗ്രിബിന്റെ സമയത്തിന് മുമ്പ്, അതായത് മഗ്രിബ് ജമ്മാക്കുമ്പോ അസറിന്റെ സമയത്തോ
അല്ലെങ്കിൽ ലോഹറി ജമ്മാക്കുമ്പോ ആ ലോഹറിന്റെ സമയത്തിന് മുമ്പോ പകല് രാവിലെ അല്ലെങ്കിൽ സുബൈന്റെ നേരത്തോ തലേദിവസം രാത്രിയോ ഒന്നും നിയ്യത്ത് ചെയ്താൽ മതിയാവൂല. ലാ ഖബ്ലഹു ഖിലാഫൻ ലിഹ്തിമാലി ഫീഹി, ആ ഖബില് ഉള്ള ഒരു ഇഹ്തിമാലിന് എതിരായിട്ടാണ് ഞാനിത് പറയുന്നത്. ഫീഹി എന്ന് പറഞ്ഞാൽ ഖബില്. അപ്പൊ മതിയാകുമെന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആര്? വാലിദി റൂയാനി, ഇമാം റൂയാനി അവരുടെ പിതാവ് വാലിദ് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഇഹ്തിമാല് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മതിയാവൂല. ഇനി വനിയ്യത്തു സൗമി, അപ്പോ ഈ ഇഹ്തിമാല് പറഞ്ഞല്ലോ, ആ ഇഹ്തിമാലിന്റെ തെളിവെന്താ? അവര് നോമ്പിന്റെ നിയ്യത്ത് അതിന്റെ മുമ്പാണല്ലോ ചെയ്യുന്നത്, അല്ലെ? നോമ്പിന്റെ നിയ്യത്ത് മുമ്പ് ചെയ്താലും മതിയാവും. അത് ഖാരിജത്തുൻ അനിൽ ഖിയാസി, അത് ഖിയാസിന് എന്താണ്, അതായത് ഖുറൂബിന്റെ ശേഷം മതിയാവും. തുലൂഉൽ ഫജ്ർ ആണല്ലോ അതിന്റെ സമയം. നോമ്പിന്റെ സമയം എന്ന് പറഞ്ഞാൽ തുലൂഉൽ ഫജ്ർ മുതലാണ്. പക്ഷെ ആ തലേദിവസത്തെ മഗ്‌രിബിന്റെ നേരം മുതൽ തന്നെ നിയ്യത്ത് ചെയ്യാലോ. അപ്പൊ അങ്ങനെ എന്താണ്, ആ സമയത്തിനേക്കാൾ മുമ്പ് മതിയാവുമല്ലോ എന്ന് പറഞ്ഞത് അത് പറ്റൂല. അതിന്റെ മേൽ ഖിയാസാക്കിയിട്ട് ജമ്മിന്റെ നിയ്യത്ത് പറയാൻ പറ്റൂല. കാരണം നോമ്പിന്റെ നിയ്യത്ത് തന്നെ ഖിയാസിനെ തൊട്ട് ഖാരിജാണ്. കാരണം എന്താ, സാധാരണ നിയ്യത്ത് അമലിന്റെ തുടക്കത്തിനോട് ചേർന്ന് വരിക എന്നല്ലേ, മുഖാറനത്തുമ്പി അവലിഹി വേണല്ലോ. നോമ്പിന്റെ നിയ്യത്തിന് തന്നെ അതില്ല. അപ്പൊ അത് ഖിയാസിന് പുറത്താണ്. ഫലാ യുഖാസു അലൈഹ, അപ്പൊ അതിന്റെ മേല് ഖിയാസാക്കാൻ പറ്റൂല. വദാലിക, ഈ നിയ്യത്ത് നിർബന്ധം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. കൗനു തഖീരി ബി നിയ്യത്തിൽ ജമ്മി എന്നത് നിർബന്ധമാണെന്ന് പറയാൻ കാരണം, യജിബു കൗനു തഖീരി ബി നിയ്യത്തിൽ ജമ്മി എന്ന് പറയാൻ കാരണം, അത് ലിത്തത്തമയ്യസ് അനി തഖീരിൽ മുഹറമി, ഹറാമായ ബിന്ദിക്കലിനെ തൊട്ട് വേർതിരിയാനാണ്. അതായത് ഇയാള് യാത്രക്കാരനാണ്, പക്ഷെ അല്ലെങ്കിൽ യാത്രക്കാരനല്ല, ഇയാള് ലോഹറിന്റെ സമയത്ത് നിസ്കരിക്കാതെ ഖളാ ആക്കിയിട്ട് അസറിന്റെ സമയത്തേക്ക് വന്നാല് ഖളാ ആകുന്ന ഉദ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഹറാമായി പോവുമല്ലോ. അപ്പൊ ആ ഹറാമായ തഖീർ വരാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നിയ്യത്ത് ചെയ്യുന്നത്. അപ്പൊ ജായിസായ തഖീറാകും. വയൂഖദു മിൻ ഖൗലിഹി അൽ ജംഇ കൗനു തഖീർ ബി നിയ്യത്തിൽ ജംഇ എന്ന് പറഞ്ഞില്ലേ, ജമ്മിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ബിന്ദിക്കണം. അപ്പൊ ജമ്മെന്ന് നിയ്യത്ത് ചെയ്യാതെ വെറും ബിന്ദിക്കാന്ന് കരുതിയാലോ അത് പറ്റൂല എന്ന് പറയുന്നു. യൂഖദു മിൻ ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗലിന്ന് പിടിക്കാം, അൽ ജമ്മി എന്ന് പറഞ്ഞ ഖൗലിന്ന് പിടിക്കാം. അന്നഹു ലാ ബുദ്ദ മിൻ നിയ്യത്തി ഇഖാഇഹ ഫി വഖ്തി സാനിയത്തി, ഇയാൾ എന്താക്കും, ആ നിസ്കാരത്തെ നിർവഹിക്കും എന്ന് നിയ്യത്ത് ചെയ്യണം. ഈ വഖ്തി സാനിയത്തി, രണ്ടാമത്തതിന്റെ വക്തില് നിസ്കരിക്കും എന്ന് നിയ്യത്ത് ചെയ്യണം എന്നാണ്. അപ്പൊ ഒന്നാമത്തതിന്റെ വക്തിനെ തൊട്ട് ബിന്ദിക്കുന്നു എന്ന് കരുതിയാ പോരാ, ജമ്മാക്കാൻ വേണ്ടി ബിന്ദിക്കുന്നു എന്ന് തന്നെ കരുതണം. അല്ലെങ്കിൽ ബിന്ദിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യും, അസറിന്റെ സമയത്ത് ഞാൻ നിസ്കരിക്കും എന്നും കൂടി കരുതണം. അതാ ഫലവും നവത്ത് ഖീറ. അപ്പോ ലോഹറിനെ അല്ലെങ്കിൽ മഗ്‌രിബിനെ അതിന്റെ വക്തിനെ തൊട്ട് ബിന്ദിക്കുന്നു എന്ന് കരുതിയില്ല, ഗൈറു വേറൊന്നും കരുതിയില്ല. അതായത് ജമ്മായിട്ട് ബിന്ദിക്കുന്നു എന്നോ അസറിന്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി ബിന്ദിക്കുന്നു എന്നോ, അല്ലെങ്കിൽ എന്താണ് അസറിന്റെ വക്തിൽ ഞാൻ നിസ്കരിക്കും എന്നൊന്നും കരുതാതെ വെറും ബിന്ദിക്കുന്നു എന്ന് മാത്രം കരുതിയാല് അസ ഇവൻ കുറ്റക്കാരനാകും. കാരണം ആ തഖീർ എന്ന് പറഞ്ഞത് മുഹറമായ ഹറാമായതുണ്ടല്ലോ നേരത്തെ പറഞ്ഞത്. ജായിസായ ആകണമെങ്കിൽ എന്താക്കണം, ജമ്മാക്കുന്നു എന്ന നിലക്ക് വേണം. അപ്പൊ കുറ്റക്കാരനാവും. അപ്പൊ സാറത്തിലൂല ഖളാഅൻ, ഒന്നാമത്തെ നിസ്കാരം ഖളാ ആകുകയും ചെയ്യും. ഖളാ അയ്യന്റെ പേരില് കുറ്റം ഉണ്ടാവും. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഫയസി വത്തക്കൂനു ഖളാഅൻ എന്നാണ് മത്തിൽ പറയുന്നത്. പിന്നെ അതന്നെ നേരത്തെ പറഞ്ഞത് വസാറത്തിലൂല ഖളാ എന്ന് പറഞ്ഞ അതിന്റെ ഒരു രൂപമാണല്ലോ. അപ്പൊ തീരെ നിയ്യത്ത് ചെയ്തില്ല. ഇല്ല എന്ന് പറഞ്ഞാല് ഈ നിയ്യത്തില്ലാതെ ബിന്ദിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ നിയ്യത്തില്ലാതെ ബിന്ദിക്കാന്ന് പറഞ്ഞാൽ ഒന്നീ ഒരു നിയ്യത്തും ചെയ്തില്ല, അഥവാ ഇല്ല എന്ന് അസലൻ ഒന്നിലൊന്നും ചെയ്തില്ല. അവനവാലെ നിയ്യത്ത് ചെയ്തു. വഖദ് ബഖിയ മിൻ വഖ്തിൽ ഊല മാ യസഉഹ, എപ്പോഴാണ് നിയ്യത്ത് ചെയ്തത്, ഒന്നാമത്തതിന്റെ വഖ്തിൽ നിന്ന് ശേഷിക്കുന്ന സമയത്താണ്. മാ ലാ യസഉഹ, ആ ഒന്നാമത്തെ നിസ്കാരം പൂർണ്ണമായി നിസ്കരിക്കാനുള്ള സമയം മതിയാകാത്ത സമയം ശേഷിക്കുമ്പോഴാണ്.
മതിയാകുന്ന സമയം ശേഷിക്കുമ്പോഴല്ല, അതിന് മതിയാകാത്ത സമയമാണ് ബാക്കിയുള്ളത്. അപ്പോഴാണ് ഇയാൾ ബന്ധിച്ച് ജമ്മാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തത്. ഫയസി എന്ന കുറ്റക്കാരനാകും. കാരണം എന്താ? അന്നത്തെ ഖീറ ഇന്നമാ ജാസ അന്ന അവലിൽ വക്തി ബി ഷർത്തിൽ അസ്മി അലൽ ഫീലി. അതായത് ഇപ്പൊ ഏതൊരു നിസ്കാരവും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അവല് വക്തിനെ തൊട്ട് പിന്തിക്കണമെങ്കിൽ എന്താക്കണോ? ആഖിർ വക്തിലേക്കോ ഇടയിലേക്കോ ഒക്കെ പിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിനെ വക്തിൽ തന്നെ നിസ്കരിക്കും, ആഖിർ വക്തില് അല്ലെങ്കിൽ ഇടയ്ക്ക് നിസ്കരിക്കും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ നിയ്യത്തുണ്ടായും കൊണ്ടേ പിന്തിക്കാൻ പാടുള്ളൂ, അല്ല പിന്തിച്ചാൽ കുറ്റക്കാരനാവും പറഞ്ഞു. ഇത് അവല് വക്തിനെ തൊട്ട് പിന്തിക്കലാ. അപ്പൊ എന്താവും? ബിഷർത്തിൽ അസ്മി അലൽ ഫീലി, അവല് വക്തിനെ തൊട്ട് പിന്തിക്കൽ ജായിസാകുന്നത് ഫെയിലിന്റെ മേലെ അസ്മ ചെയ്യുക എന്ന ഷർത്തോടു കൂടെയാണ്. ആ ഫെയിൽ എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം നിസ്കരിക്കും എന്ന അസ്മ ചെയ്യണം. പിന്നെ ഫക്കാന ഇന്തിഫാഉൽ അസ്മി കന്തിഫായിൽ ഫെയിലി, അപ്പൊ ആ അസ്മില്ലാതിരിക്കുക എന്നുള്ളത് ഫെയിലില്ലാത്ത പോലെയാണ്. ഇപ്പൊ ഉജൂദുഹു കൗജൂദിഹി, അപ്പൊ ആ അസ്മ ഉണ്ടാകുക എന്നുള്ളത് ഫെയിലുള്ള പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ തീരെ നിയ്യത്ത് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, ആ നിസ്കാരം നിസ്കരിക്കാൻ മതിയായ സമയത്ത് നിയ്യത്ത് ചെയ്തിട്ട് ബാക്കിയുണ്ടാവുമ്പോ നിയ്യത്ത് ചെയ്തിട്ടില്ല, അതില്ലാത്തപ്പോഴാണ് നിയ്യത്ത് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ ളുഹർ നിസ്കാരം അതിന്റെ അവല് വക്തിനെ തൊട്ട് പിന്തിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ വക്തിനെ തൊട്ട് തന്നെ പിന്തിക്കുകയാണല്ലോ. അപ്പൊ അവല് വക്തിനെ തൊട്ട് പിന്തിക്കണമെങ്കിൽ തന്നെ ഈ നിയ്യത്ത് വേണമെങ്കിൽ, വക്തിനെ തൊട്ട് മൊത്തത്തിൽ പിന്തിക്കണമെങ്കിലോ ഏതായാലും നിയ്യത്ത് വേണ്ടേ എന്നുള്ളതാ, ഇല്ലെങ്കിൽ കുറ്റക്കാരനാകും. ഫീമായിദാ തറക്കൻ നിയ്യത്ത മിൻ അസ്ലിഹാ എന്ന പോലെ ഈ രണ്ടാമത്തെ പറഞ്ഞ രൂപം ഇല്ല ഫയാസി എന്ന് പറഞ്ഞ രൂപം ഉണ്ടല്ലോ, അവിടെ രണ്ട് രൂപം പറഞ്ഞു. അതാ ഫീമായിദാ തറക്കൻ നിയ്യത്ത മിൻ അസ്ലിഹ, നിയ്യത്തിനെ അടിസ്ഥാനപരമായി തന്നെ ഉപേക്ഷിച്ചു, പൂർണ്ണമായി തന്നെ ഉപേക്ഷിച്ചു. ഔനവ അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്തു, പക്ഷെ എപ്പോഴാ നിയ്യത്ത് ചെയ്തത്? വഖദ് ബഖിയ, ഏതവസ്ഥയിൽ? ശേഷിക്കുന്ന അവസ്ഥയിൽ. മിനൽ വക്തിയ, നിസ്കാരത്തിന്റെ സമയത്തിൽ നിന്ന് ശേഷിക്കുന്ന അവസ്ഥയിൽ. മാലായ റക്കായത്തൻ, ഒരു റക്കായത്തിന് മതിയായ സമയം ബാക്കിയില്ലാത്തപ്പോ തെക്കൂനു ഖലാൻ, അപ്പോഴ് ഖലാ ആകും. നേരത്തെ മഅസിയത്ത് പറയുന്ന സ്ഥലത്ത് പറഞ്ഞത് ആ നിസ്കാരം പൂർണ്ണമായും നിസ്കരിക്കാൻ സമയമില്ലാത്തപ്പോ തന്നെ നിയ്യത്ത് ചെയ്താല് കുറ്റക്കാരനാകും എന്ന് പറയാം. പക്ഷെ നിസ്കാരം ഖലാ ആവുമ്പോ പറഞ്ഞതോ മാലായ റക്കായത്തൻ, ഒരു റക്കായത്തിന് മതിയായ സമയം ബാക്കിയില്ലാതാവുമ്പോ നിയ്യത്ത് ചെയ്താല് ആ നിസ്കാരം ഖലാ ആണ്. അത് രണ്ടിന്റെ ഇടയിലുള്ള ഫർക്ക് ശേഷം വരും. പിന്നെ ലിമാ തഖററ, ഇത് ഖലാ ആകും എന്ന് പറയാൻ കാരണം എന്താ? പറഞ്ഞുറച്ച കാര്യമുണ്ട്. മാ തഖററ എന്താണ്? അന്നൽ അസ്മ കൽ ഫെയിലി, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അസ്മ ഫെയില് പോലെയാണ്, നിയ്യത്ത് ചെയ്യുക എന്നുള്ളത് പ്രവർത്തിക്കും പോലെയാണ്. അപ്പൊ നിയ്യത്തുണ്ടായാലും പ്രവർത്തിച്ച പോലെയാണ്, കുറ്റം വരൂല. നിയ്യത്തില്ലെങ്കിൽ പ്രവർത്തിക്കാത്ത പോലെയാണ്, അപ്പൊ കുറ്റം വരും. അബി അദിമ റക്കായത്തും ബിൽ വക്തി, ഒരു റക്കായത്ത് വക്തിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അബി അദിമ റക്കായത്തും ബിൽ വക്തി, ഒരു റക്കായത്ത് വക്തിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തെക്കൂനു ഖലാൻ, അത് ഖലാ ആകും. അങ്ങനെയാണ് തുഹഫയിൽ തന്നെ പല സ്ഥലത്തും മസല സൂചിപ്പിച്ചിട്ടുണ്ട്. ഉസൂലുൽ ഫിഖ്ഹില് അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഈ ജമ്മിന്റെ ബാബിൽ തന്നെ എന്ത് ചെയ്തു, അതിന്റെ ഒരു ഫായിദ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ല ഖസറിന്റെ അവിടെ. പിന്നെ തെക്കൂനു ഖലാൻ കഥാബി അദ്മിൽ അസ്മി, അങ്ങനെ തന്നെ അസ്മ ഇല്ലെങ്കിലും എന്തിന്റെ മുമ്പ് ഖബല മായ റക്കായത്തൻ തെക്കൂനു ഖലാൻ. അപ്പോ ഒരു റക്കായത്ത് വക്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഖലാ ആകുമെന്ന് ആദ്യം പറഞ്ഞത്. എന്ന പോലെയാണെന്ത്, ഒരു റക്കായത്തിന് സമയം ബാക്കിയുണ്ടാകുന്നതിന്റെ മുമ്പ് അസ്മ ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെയാണ്. കാരണം ഫീലും അസ്മും ഒരുപോലെ ആകുമ്പോ അങ്ങനെയാണല്ലോ. അപ്പൊ ഒരു റക്കായത്തിനെങ്കിലും സമയം ബാക്കിയുള്ളതിന് മുമ്പ് തന്നെ എന്താകണം? ആ നിയ്യത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ ഖലാ ആയി പോകും. കുറ്റക്കാരനാകലോ അപ്പൊ ഖലാ ആകാതെ ചിലപ്പോ അതാ ആകും. ഒരു റക്കായത്തിന് എന്താണ്, ആ നിസ്കാരത്തിൽ നിന്ന് ഒരു റക്കായത്ത് നിസ്കരിക്കാനുള്ള സമയം ബാക്കി ഉണ്ടാകുമ്പോ നിയ്യത്ത് ചെയ്താല് ഖലാ ആകൂല, പക്ഷെ കുറ്റക്കാരനാവും, അല്ലേ? അതാ നേരത്തെ പറഞ്ഞത്. അത് അതിന് ശേഷം പറയുന്നു വമാദക്കർത്തുഹു, ഞാൻ പറഞ്ഞ ഒന്ന് എന്ത്, മിന്നന്ന ഷർത്ത അദ്മിൽ ഇസ്യാനി, മഅസിയത്തില്ലാതിരിക്കാനുള്ള ഷർത്ത്, കുറ്റം വരാതിരിക്കാനുള്ള ഷർത്ത്, ഉജൂദുൻ നിയ്യത്തി, നിയ്യത്ത് എത്തിക്കപ്പെടണം. വഖദ് ബഖിയമായ സൗസലാത്ത, നിസ്കാരം തന്നെ നിസ്കരിക്കാൻ മതിയായ സമയം വേണം, ആ അവസ്ഥയിൽ നിയ്യത്ത് ഉണ്ടാകണം, എന്നാലേ കുറ്റം ഇല്ലാതിരിക്കുള്ളൂ എന്നതാണ് ഷർത്ത്. വാ ഷർത്തൽ അദായി,
ഈ നിസ്കാരം അതാ ആകാനുള്ള ഷർത്ത് എന്താണ്? വുജൂദുഹ, നിയ്യത്ത് ഉണ്ടാകുക. ഏതവസ്ഥയില്? വഖദ് ബഖിയ മായസ റക്അത്തൻ, ഒരു റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം ബാക്കിയുണ്ടാകുമ്പോ ആ നിയ്യത്ത് ഉണ്ടായാൽ എന്തായി? അത് അതാ ആയി. ഇതാണ് ഷർത്ത് എന്ന് ഞാൻ പറഞ്ഞ ഒന്ന്. ഉവൽ മുഅ്തമദ്, അതാണ് മുഅ്തമദ്. പിന്നെ വബിഹി യുജ്മഉ ബൈന മാ വഖഅലിൽ മുസന്നിഫി മിനത്ത് തനാഖുദ് ഫീ ദാലിക, ഈ വിഷയത്തില് മുസന്നിഫിന് വന്നുപോയ തനാഖുദ്, പരസ്പര വൈരുദ്ധ്യമുണ്ട്. ഒരു റക്അത്ത് അല്ലെങ്കിൽ നിസ്കാരം പൂർണ്ണമായിട്ട് എന്നിങ്ങനെ പറഞ്ഞത് ഓരോന്നിന്റെ മേൽ ഇപ്പറഞ്ഞ പോലെ ജമ്മ് ചെയ്യപ്പെടണം എന്നാണ്. ഇനി വലൗ ജമാ തഖ്ദീമൻ ഫസാറ ബൈന സലാത്തൈനി, അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇനി വലൗ ജമാ എന്ന് പറഞ്ഞാൽ ഐ അറാദൽ ജമ്മ ഉദ്ദേശിച്ചു എന്നാണ്. ജമ്മു കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലല്ലോ പറയുന്നത്. അപ്പൊ ജമ്മുദ്ദേശിച്ചു തഖ്ദീമൻ, തഖ്ദീമാക്കി ജമ്മ് ജമ്മാക്കാൻ ഉദ്ദേശിച്ചാൽ അതെങ്ങനെ തഖ്ദീമായി ജമ്മു എന്ന് പറയുന്നത്? ബിയൻ സല്ലൂല ബിനിയ്യത്തിഹി, ഒന്നാമത്തെ നിസ്കാരം അതിന്റെ നിയ്യത്തനുസരിച്ച് നിസ്കരിച്ചു കൊണ്ടിട്ട് ഫസാറ ബൈന സലാത്തൈനി മുഖീമൻ, അങ്ങനെ ഒന്നാമത്തെ നിസ്കാരം ജമ്മിന്റെ നിസ്കാരത്തോടുകൂടെ ജമ്മിന്റെ നിയ്യത്തോടുകൂടെ നിസ്കരിച്ചു എന്നാ. ഒന്നാമത്തേനെ ജമ്മാക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നിസ്കരിച്ചാലേ എന്താവുള്ളൂ? പിന്നെ തഖ്ദീമായി ജമ്മു ആവുള്ളൂ. ഫസാറ ബൈന സലാത്തൈനി, എന്നിട്ട് രണ്ട് നിസ്കാരത്തിന്റെ ഇടയിൽ സംഭവിച്ചു. അവ രണ്ട് നിസ്കാരത്തിന്റെ ഇടയിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ നിസ്കരിക്കുന്നതിന് മുമ്പ് സംഭവിച്ചു എന്നല്ലേ? അപ്പോ ആ ഒന്നാമത്തെ നിസ്കാരം ജമ്മിന്റെ ഭാഗമാകണമെങ്കിൽ ആ ഒന്നാമത്തെ നിസ്കാരം തീരുന്നതിന്റെ മുമ്പ് എന്താക്കണം? ഇടയിൽ വെച്ചിട്ട് രണ്ടാമത്തേനെ ജമ്മാക്കി നിസ്കരിക്കുന്നു എന്ന് കരുതണം. അതിനാണ് ബിയൻ സല്ലൂല ബിനിയ്യത്തിഹി എന്ന് പറഞ്ഞത്. ഇത് രണ്ടാമത്തതും കൂടി നിസ്കരിച്ചതിന് ശേഷമുള്ള വിഷയമല്ല, അതുകൊണ്ടാണ് ആ തസ്വീർ കൊടുത്തത്. എന്നിട്ട് രണ്ട് നിസ്കാരത്തിന്റെ ഇടയിൽ സംഭവിച്ചു അല്ലെങ്കിൽ ആ ഖബല ഫറാഗിൽ ഊല, ഒന്നാമത്തതിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് എന്തായി? അപ്പോ ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ മുമ്പായിട്ട്, അല്ലെ ഒന്നാമത്തെ തന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? എന്താകുന്നത്? ഫസാറ ബൈന സലാത്തൈനി മുഖീമൻ, ഇവൻ യാത്രക്കാരനെന്നുള്ളതിൽ നിന്ന് മാറി എന്താണ്? മുഖീമായി തീർന്നു എന്നാ. അപ്പോ ഒന്നാമത്തേൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് എന്ന് കമാബി അസ്ലിഹി, ഒന്നാമത്തെ തീരുന്നതിന് മുമ്പ് എന്നാണ് മുഹററിലുള്ളത്. ഈ ഫസാറ ഖബല ഫറാഖില്ലൂല മുഖീമൻ എന്നാണ് മുഹററിലുള്ളത്. ഇവിടെ ആണെങ്കിലോ ഫസാറ ബൈന സലാത്തൈനീന. അപ്പോ അസിലുള്ളത് ഒഴിവാക്കി മുസന്നിഫ് ബൈന സലാത്തൈനി ആക്കിയെന്തിനാ? അതാ പറയുന്നത് അദലഅൻഹു, ആ അസിലുള്ള ഒന്നിനെ തൊട്ട് മുസന്നിഫ് ഇമാം നവവി റളിയല്ലാഹു അൻഹു തെറ്റിയത് ലീഹാമിഹി, ആ അസിലുള്ള ഒന്ന് ഉദ്ദേശമല്ലാത്തത് തോന്നിപ്പിക്കും. ഫഹ്മിഹി, അത് ഉദ്ദേശമല്ലാതെ തോന്നിപ്പിക്കും എന്നതിന് പുറമെ അപ്പറഞ്ഞ കാര്യം എന്താണ്? മുസന്നിഫ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ അപ്പൊ ഒന്നാമത്തതിന്റെ ഇടയിൽ വെച്ചിട്ട് എന്താണ് മുഖീമായാൽ എന്ന് പറയുമ്പോ ഈഹാം എങ്ങനെ വരിക? ഉദ്ദേശമില്ലാത്തത് തോന്നിപ്പിക്കുക. അപ്പോ ഒന്നാമത്തതിൽ നിന്ന് വിരമിച്ചതിന്റെ ശേഷം മുഖീമായി കഴിഞ്ഞാൽ മസല ഇങ്ങനെയല്ല എന്ന് തോന്നിപ്പിക്കും. അങ്ങനല്ല. പിന്നെ മുസന്നിഫ് ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് ഫസാറ ബൈന സലാത്തൈനി എന്ന് പറയുമ്പോ മുഹററിൽ പറഞ്ഞത് കിട്ടുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ രണ്ട് നിസ്കാരത്തിന്റെ ഇടയിൽ ഒന്നാമത്തെ കഴിഞ്ഞതിന് ശേഷം മുഖീമായാല് ജമ്മു ബാത്തിലാവും എന്നുണ്ടെങ്കിൽ ഒന്നാമത്തതിന്റെ ഇടയിൽ വെച്ചിട്ട് ഇയാൾ മുഖീമായി തീർന്ന ഏതായാലും ജമ്മു ബാത്തിലാവുമല്ലോ. അങ്ങനെ അതാണ് ഇപ്പൊ ഫഹ്മിഹി മിമ്മാദക്കറഹുന്നത് മുഖീമൻ ഫസാറ മുഖീമൻ എന്ന. എങ്ങനെ മുഖീമായത്? ബിനഹ്വിനിയ്യത്തി ഇഖാമത്തിൻ ഔ ശക്ക ഫീഹ, ഇഖാമത്തിന്റെ നിയ്യത്ത് ചെയ്തു. ഇഖാമത്തിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാല് 4 ദിവസം മുഖീമാകാൻ, അല്ലെങ്കിൽ എന്താണോ മുത്തലക്കായിട്ട് അങ്ങനെ പറഞ്ഞ ഇഖാമത്ത് കരുതി. അല്ലെങ്കിലോ ഔ ശക്ക ഫീഹ, അല്ലെങ്കിൽ നിയ്യത്ത് ആ ഇഖാമത്തിൽ സംശയിച്ചു, വേണോ വേണ്ടേന്ന്. ഇങ്ങനെ ഇഖാമത്ത് ഇവിടെ നിൽക്കണോ വേണ്ടേന്ന് ഇയാൾക്ക് ഇങ്ങനെ ഒരു തറദ്ദുദ്. എന്നാലും മതിയല്ലോ. ബത്തലൽ ജമ്മു ബാത്തിലായി. ജമ്മു ബാത്തിലാൻ കാരണം എന്താ? ഈ സവാലി സബബിഹി, അതിന്റെ സബബ് നീങ്ങിയല്ലോ, യാത്ര എന്നുള്ളത് നീങ്ങി. അപ്പൊ ഇനി എന്താക്കും? വയുഅഖിറു സാനിയത്തലി വക്തിഹ, അപ്പൊ രണ്ടാമത്തേനെ അതിന്റെ വക്തിലേക്ക് തന്നെ ബന്ധിക്കണോ?
വല്ലൂല ഒന്നാമത്തെ നിസ്കാരോ അത് സഹിഹത്തുണ്ട്, അത് സഹിയാണ്, അതിന് കുഴപ്പമില്ല. ഇനി വൈദാസാറ മുഖീമം ബിസാനിയത്തി, ഇനി ഇയാള് മുഖീമായത് രണ്ടാമത്തെ നിസ്കാരത്തിൽ വെച്ചിട്ടാണെങ്കിലോ മിസ്ലുഹ ഇദാസാറ മുഖീമം ബഅദഹ, രണ്ടാമത്തെ നിസ്കാരത്തിൽ വെച്ച് എന്ന് പറയുമ്പോ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ ശേഷം മുഖീമായാലും അങ്ങനെ തന്നെ. അതാ പറഞ്ഞ മിസ്ലുഹ ഇദാസാറ മുഖീമൻ ബഅദഹ. അപ്പൊ ബിസാനിയത്തി വ ബഅദഹ എന്നാ. ലായബുത്തുൽ ജമ്മു, ജമ്മു ബാത്തിലാവൂല, വില്ല സഹി അൻസഹ അനുസരിച്ച് ബാത്തിലാവൂല. ഇക്തിഫാം ബിഖ്തിറാനിൽ ഉദ്രി ബി അവ്വലി സാനിയത്ത്, ജമ്മു ബാത്തിലാവൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇനി അസറിന്റെ സമയത്ത്, ഇപ്പൊ ലോറിന്റെ സമയത്തല്ലേ നിസ്കരിച്ചേ അല്ലെ? അപ്പൊ ലോറിന്റെ സമയത്ത് ലോറ് അസർ നിസ്കരിച്ച് അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് നാട്ടിലെത്തി, അല്ലെങ്കിൽ ഇഖാമത്തായി മുഖീമായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ എന്താ അസർ വാങ്ങി കൊടുക്കുന്നത്, അസറിന്റെ സമയമായത്. ഇപ്പൊ ഇനി അസർ നിസ്കരിക്കണോ? അത് വേണ്ട, കഴിഞ്ഞില്ലേ. അതാ ഇക്തിഫ. അപ്പൊ സമയാകുന്നതിന് മുമ്പ് തന്നെ എന്തായി നിസ്കരിച്ച് ഇനി അസർ നിസ്കരിക്കണ്ട. ഇക്തിഫാം ബിഖ്തിറാനിൽ ഉദ്രി, ഉദ്ര് ചേർന്ന് വരിക എന്നതുകൊണ്ട് മതിയാക്കിയതിന് വേണ്ടി ബി അവ്വലി സാനിയത്തി, രണ്ടാമത്തതിന്റെ തുടക്കത്തോട് ചേർന്ന് വന്നിട്ടുണ്ട്. ഉദ്ര് എന്ന് പറഞ്ഞത് ഈ ജമ്മാക്കാനുള്ള ഉദ്ര് സഫറാണല്ലോ. അപ്പൊ രണ്ടാമത്തേന്റെ തുടക്കത്തിൽ ഇയാള് മുസാഫിറാണ്, അത് മതി. സിയാനത്തൽ ലഹാനിൽ ബുത്തുലാനി ബഅദൽ ഇൻഖാദി, അതുകൊണ്ട് മതിയാക്കാൻ കാരണം എന്താ? ഇക്തിഫ എന്ന് പറഞ്ഞത് അതിന് കാരണം പറയാ സിയാനത്തൽ ലഹ, ഈ രണ്ടാമത്തെ നിസ്കാരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എന്തിനെ തൊട്ട് സംരക്ഷിക്കാനിൽ ബുത്തുലാനി, ബുത്തുലാനിനെ തൊട്ട് സംരക്ഷിക്കുക, അത് ബാത്തിലാകുന്നതിനെ തൊട്ട് സംരക്ഷിക്കുക. ബഅദൽ ഇൻഖാദി, അത് മുന്നക്കിതായതിനു ശേഷം. പിന്നെ അപ്പൊ മുന്നക്കിതായതിന് ശേഷം എന്ന് പറഞ്ഞാല് പിന്നെ ഇയാളുള്ള രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോ യാത്രക്കാരനാണല്ലോ, അപ്പൊ മുന്നക്കിതായല്ലോ. പിന്നെ എന്ത് ഇത് മതിയാവൂല, രണ്ടാമത്തെ നിസ്കാരം തീരുന്നത് വരെ എന്താണ് യാത്ര വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ പിന്നെന്ത് വരും? അല്ല ഇവിടെ എന്താണ് അതിന്റെ ശേഷവും അങ്ങനെ തന്നെയാന്നല്ലേ പറഞ്ഞേ. പിന്നെ അപ്പൊ അതുകൊണ്ട് മതിയാക്കുന്നില്ലെങ്കിൽ എന്നർത്ഥം. അതുകൊണ്ട് മതിയാക്കുന്നില്ല എന്ന് പറഞ്ഞാല് രണ്ടാമത്തിന്റെ വഖത്ത് തുടങ്ങുന്നത് വരെ മുസാഫിറായിരിക്കണം എന്ന് പറഞ്ഞാല്, രണ്ടാമത്തിന്റെ വഖത്ത് അസറിന്റെ സമയമാകുന്നവരെ മുസാഫിറായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നിസ്കാരം ബാത്തിലാന്ന് പറയേണ്ടി വരും. അങ്ങനെ അപ്പൊ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇനി ഇന്നമാമനത്തിൽ ഇഖാമത്തു അസ്നാഅൽ ഖസറ. അപ്പൊ വേറെ മസല, ഈ രണ്ടാമത്തേന്റെ ഇടയിൽ വെച്ചിട്ട് അല്ല, നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ചിട്ട് കസറിൽ പിന്നെ 1, 2 എന്നില്ലല്ലോ. ഏത് നിസ്കാരമാണ് നിസ്കരിക്കുന്നത് ആ നിസ്കാരം. അതിന്റെ ഇടയ്ക്ക് വെച്ച് കസറിന് പിന്നെ ഇഖാമത്ത് കരുതിയാൽ പിന്നെ കസറാക്കാൻ പറ്റൂല, പൂർത്തിയാക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് ഇഖാമത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്? ജമ്മിന് കുഴപ്പമില്ല എന്നും പറഞ്ഞു അവിടെ കസർ ബാത്തിലാവുകയും ചെയ്യും. എന്താ വ്യത്യാസം? ഇന്നമാമനത്തിൽ ഇഖാമത്തു അസ്നാഅഹ, നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ഇഖാമത്ത് ഉണ്ടായി എന്നത് തടയും. അൽ ഖസറ, കസറിനെ തടയും. പിന്നെ കസറാക്കാൻ പറ്റൂല, പൂർത്തിയാക്കണം. ലിഅന്നഹ തുനാബി, കാരണം എന്താ? ആ ഇഖാമത്ത് എന്ന് പറഞ്ഞ കസറിന് എതിരാണ്, അതുകൊണ്ടാ. ജമ്മു എന്ന് പറഞ്ഞ കസറിന് എതിരല്ല. അല്ല, എന്താണ് പിന്നെ ഇഖാമത്തിനെതിരല്ല. കാരണം മുഖീമായവർക്ക് എന്ത് ചെയ്യാ? ചിലപ്പോ ജമ്മാക്കാലോ, ശേഷം വരുന്നുണ്ട് മഴ കാരണത്താൽ ജമ്മാക്കാന്ന്. അപ്പൊ ജമ്മു ഇഖാമത്തും തമ്മിൽ എതിരില്ല, എന്നാൽ കസറു ഇഖാമത്തും തമ്മിൽ എതിരുണ്ട്. മുഖീമിന് ഒരിക്കലും കസറാക്കാൻ കഴിയൂല. അതാണ് ബി ഖിലാഫ് ജിൻസിൽ ജമ്മി, ജമ്മിന്റെ ജിൻസിന് എതിരായിട്ട്. മൊത്തത്തിൽ ജിൻസ് എടുത്താൽ കാരണം എന്താ? അത് ഇഖാമത്തിനെതിരല്ല. കാരണം ഈ ജവാസിഹി, ജമ്മ ജായിസാണ്. ബിൽ മത്തരി, മത്തർ കാരണത്താൽ ജായിസാണ്. മുഖീമിന് തന്നെ ജായിസാണ്. വൈദാ തഖററ ഹാദാ, അപ്പൊ ഇത് ഉറച്ചാല് ഫി അസ്നാഇഹ, ഇടയിൽ തന്നെ. അതായത് അവിടെ പറഞ്ഞപ്പോ പിന്നെ ഫഖാമ ബഅദ അല്ല പറഞ്ഞപ്പോ വഫി സാനിയത്തി ഔ ബഅദഹ എന്ന് പറഞ്ഞില്ലേ? ആ ഔ ബഅദഹ ഇപ്പൊ ഇതുവരെ നമ്മൾ ഇല്ലത്ത് പറഞ്ഞ എന്തിനാ? രണ്ടാമത്തെ നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ചിട്ട് പിന്നെ കരുതുന്നതാണ് ഇല്ലത്തും കാര്യങ്ങളും ഫർക്കും ഒക്കെ പറഞ്ഞത്. അപ്പൊ അതാ പറഞ്ഞത്, ഇത് ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെയാണ്, അതുകൊണ്ട് ജമ്പ് ബാത്തിലാവൂല എന്ന് ഉറച്ചാൽ, അതാന്ന് പറഞ്ഞാൽ അദ്മുൽ ബുത്തലാൻ എന്നർത്ഥം.
പിന്നെ അപ്പോ ഫബഅദ ഫറാഗിഹ, അപ്പൊ രണ്ടാമത്തേന്ന് വിരമിച്ചതിന് ശേഷം ഔലയാണെന്ന് പറഞ്ഞാൽ ജമ്മു ബാത്തിലാകാതിരിക്കാൻ ഔലയാണ്. വമിൻ സമ്മ, അതുകൊണ്ട് തന്നെ കാനൽ ഖിലാഫു ഫീഹി അളഅഫ, അപ്പൊ ആ ശേഷമുള്ളതിലുള്ള ഖിലാഫ് കൂടുതൽ ലൈഫായി, എതിരഭിപ്രായം കൂടുതൽ ലൈഫായി എന്ന് പറഞ്ഞത് മുസന്നിഫ് അവിടെ രണ്ടും കൂടെ കൂട്ടിയിട്ട് ഫില്ല സഹി എന്നാ പറഞ്ഞത്. ഫിസാനിയത്തി വ ബഅദഹ ലാ യബ്തുലു എന്നാണ് ഫില്ല സഹീൻ. എന്നാൽ ശരിക്കും അല്ല സഹ് എന്ന് പറഞ്ഞത് പിന്നെ ഒന്നാമത്തേലേക്ക് മാത്രമാണ്. രണ്ടാമത്തേതിലാണെങ്കിലോ സഹീഹും ദാനിയായ ഖിലാഫാണ്. എന്നപ്പോ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇവിടെ ഖിലാഫ് അലാഫാണ് എന്ന് പറഞ്ഞത് കൊണ്ട് സൂചിപ്പിച്ചത്. അങ്ങനെ അലി ശുബ്രാം ലിസി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഫക്കാന എംബഗീലിൽ മത്തിനി അയ്യഖൂല ഫി സാനിയത്തിലാ തബ്തുലു ഫില്ല സഹി വകദാ ബഅദഹ അല സഹീഹി എന്ന് പറയേണ്ടിയിരുന്നു. പിന്നെ ഇനി ജമാഅത്ത് തഖീറന് പിന്തിച്ചമാക്കിയാലോ ഫഖാമ ബഅദ ഫറാഗിഹിമ, എന്നിട്ട് മുഖീമായി രണ്ടും നിസ്കരിച്ചതിന് ശേഷം എന്താണ് ലം യുസിർ ഇത്തിഫാഖൻ, അപ്പൊ അവിടെ കുഴപ്പമൊന്നുമില്ല ഇത്തിഫാഖായിട്ട്. ജമ്മി തഖദീമി വാവുല, തഖദീമിന്റെ ജമ്മില് രണ്ടും നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പോലെ തന്നെ. എന്ന് മാത്രമല്ല തഖദീമിന്റെ ജമ്മിനേക്കാൾ ഔലയാണിത്, ഇത് തഖീറിന്റെ ജമ്മല്ലേ. പിന്നെ അപ്പൊ രണ്ടും കഴിഞ്ഞതിന് ശേഷം കുഴപ്പമില്ല എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ഖളാ ഔലാന്നർത്ഥം. അതിന് ശേഷം പറയുന്നതിന് തിരിയും. ഇഖാമത്തുഹു ഖബ്ലഹു, ഇയാള് മുഖീമാകുക. ഖബ്ലഹു എന്ന് പറഞ്ഞാൽ ഐ ഫറാഗിഹിമ ഔ ഫി വലൗ ഫി അസ്നാഇ സാനിയത്തി, രണ്ടും നിസ്കരിച്ച് തീരുന്നതിന്റെ മുമ്പായിട്ട് ഇയാള് മുഖീമായി. അത് ചിലപ്പോ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ചിട്ടാണെങ്കിലോ ഖിലാഫൻ ലിമാ ഫിൽ മജ്മൂഇ, പിന്തിച്ചമാക്കുന്നിടത്താണിത്. അപ്പൊ അത് രണ്ടാമത്തേന്റെ ഇടയിൽ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ എന്താണ് മജ്മൂഇലുള്ളതിനെതിരായിട്ട് ഫി അസ്നാഇ സാനിയ എന്ന് പറഞ്ഞ മുബാലഗത്തിന് പറഞ്ഞതാണ്. മജ്മൂഇൽ അങ്ങനെ ഉള്ളത് അല്ല ഉള്ളത്, അതിനെതിരായി പറയുന്നത് യജഅലുൽ ഊലാ ഖളാഅൻ. അപ്പൊ അയാളാ ഇഖാമത്ത് ആക്കുക അല്ലെങ്കിൽ മുഖീമാകുക അല്ലെങ്കിൽ ഇഖാമത്ത് കരുതുക എന്നുള്ളത് ഒന്നാമത്തെ നിസ്കാരത്തിന് ഖളാ ആക്കി തീർക്കും. ഒന്നാമത്തെ നിസ്കാരത്തിന് ഖളാ ആക്കി തീർക്കുക. നിസ്കരിച്ചു കഴിഞ്ഞ് നിസ്കരിച്ചപ്പോ അതാകുന്നൊക്കെ വിചാരിച്ച എന്ത് നിയ്യത്ത് ചെയ്ത്, പക്ഷെ അത് നിസ്കാരം ഖളായിട്ട വാക്കിയാകുക എന്നാ. അന്നല്ലൂല തബഉൽ ലിസാനിയ, കാരണം ഒന്നാമത്തത് രണ്ടാമത്തതിന് താബിയാണ്. ഫഅ്തുബിറ വുജൂദു സബബിൽ ജമ്മി ഫി ജമീഇൽ മത്ബൂഅത്തി, അപ്പൊ മത്ബൂആയ രണ്ടാമത്തെ നിസ്കാരം തീരുന്നത് വരെ അത് മുഴുവനത്തിലും ജമ്മിന്റെ സബബുണ്ടായിരിക്കണം എന്ന് പരിഗണിക്കപ്പെട്ടു. അതായത് യാത്ര വേണം രണ്ടാമത്തെ തീരുന്നവരെ, ഇല്ലെങ്കിൽ ഒന്നാമത്തെ ഖളായി പോവും. അപ്പൊ ഇതിന് മുമ്പ് ലം യുസിർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഖളാവൂല എന്നർത്ഥം. അതന്നെ ഖളിയത്തു, ഇപ്പറഞ്ഞതിന്റെ ഖളിയ അന്നഹു ലൗ ഖദ്ദമൽ മത്ബൂഅത്ത, പിന്തിച്ചമാക്കുമ്പോ അസർ വേണമെങ്കിൽ ആദ്യം നിസ്കരിക്കാലോ അല്ലെ. പിന്തിച്ചമാക്കുമ്പോ നമ്മള് നേരത്തെ തെർത്തീബില്ല സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അസർ ആദ്യം നിസ്കരിച്ചു, അതാ ഖദ്ദമൽ മത്ബൂഅത്ത. അങ്ങനെ മത്ബൂഇനെ എന്താക്കി ആദ്യം നിസ്കരിച്ചാൽ, അതിനെ മുന്തിച്ചാൽ വാഖാമ അസ്നാ സാനിയത്തി അത്താബിയത്തി, എന്നിട്ട് താബിയത്തിന്റെ ഇടയിൽ വെച്ച് മുഖീമായി. താബിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം അസർ നിസ്കരിച്ച് പിന്നെ ലോഹർ നിസ്കരിക്കുക. അപ്പൊ ലോഹറിന്റെ ഇടയിൽ വെച്ചിട്ടാണ് മുഖീമാകുന്നത്, ഇഖാമത്ത് വരുന്നത്. എന്നാൽ അന്നഹ തെക്കൂനു അദാൻ, ഈ രണ്ടാമത്തെ അദാ ആകും എന്നാണ് ഇപ്പറഞ്ഞതിന്റെ ഖളിയ. ലി ഉജൂദിൽ ഉദ്രി, ഉദ്റുണ്ട് ഫി ജമീഇൽ മത്ബൂഅത്തി, മത്ബൂഅത്തിൽ മുഴുവനത്തിലും ഇയാള് മുസാഫിറാണല്ലോ. അപ്പൊ ഫഅ്തുബിറ ഉജൂദു സബബിൽ ജമ്മി ഫി ജമീഇൽ മത്ബൂഅത്തി എന്നതിന്റെ ഖളിയ എന്നാണ് ഈ പറയുന്നത്. അന്നഹ തകൂനു അദാഅൻ ലി ഉജൂദിൽ ഉദ്രി, സഫർ എന്ന ഉദ്റുണ്ട് ഫി ജമീഇൽ മത്ബൂഅത്തി, മത്ബൂഅത്തായ അസറസ്കാരം തീരുന്നവരുണ്ട്. ഓ ഖിയാസു മാ മറ ഫി ജമ്മി തഖ്ദീമി, മുമ്പ് ജമ്മു തഖ്ദീമിനെ കുറിച്ച് പറഞ്ഞെടുത്തുള്ളതിന്റെ ഖിയാസ് അങ്ങനെയാണ്. ഫിസാനിയത്തി ബഅദഹ ലാ തബ്തുലു ബില്ല സഹീ എന്ന് നേരത്തെ പറഞ്ഞല്ലോ ജമ്മു തഖ്ദീമിന്റെ അവിടെ. പിന്നെ ഇടയിൽ വെച്ചിട്ടാണെങ്കിൽ ബാത്തിലാവൂല എന്ന് പറഞ്ഞു. ദക്കറഹു സുബ്കിയു വഅതമദഹു ജമ്മുൻ, ഈ ഖളിയെ എന്ത് ചെയ്തിട്ടുണ്ട് ഇമാം സുബ്കി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഒരു ജമ്മയിനെ ഇത്തിമാദ് ചെയ്തിട്ടുണ്ട്. ഖാലഫഹു ആഖറൂന, വേറൊരു ജമ്മയിന് എതിരായിട്ടുണ്ട്. എതിരായ ഒരു ഫർക്ക് പറയണം, അത് പറഞ്ഞ് ഫറഖു ആഖറൂന, അവര് ഫർക്ക് പറഞ്ഞു ബൈനൽ ജമ്മയിനി, മുന്തിച്ചമ്മാക്കുകയും തഖ്ദീം പിന്തിച്ചമ്മാക്കുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ ഫർക്ക് പറഞ്ഞു. ബിമാ ബയ്യന്തുഹു ഫി ശറഹിൽ ഇർഷാദി
ഷറഹിൽ ഇർഷാദിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് ആ ഫർക്ക്. ഫത്തുഹുൽ ജവാദിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി യാത്രയുടെ ജമ്മു കഴിഞ്ഞ് ഇനിയോ മഴ കാരണത്താൽ ജമ്മാക്കുന്നതാണ് ഇനി പറയുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.